റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ റഷ്യ തയ്യാറായില്ലെങ്കിൽ കടുത്ത ഉപരോധങ്ങളുമായി വീണ്ടും എത്തുമെന്ന ട്രംപിന്റെ ഭീഷണിയെ പാടെ തള്ളിയിരിക്കുകയാണിപ്പോൾ റഷ്യ. യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കണമെന്നും അല്ലെങ്കിൽ പരസ്പരം ഒരു ഡീൽ ഉണ്ടാക്കണമെന്നുമായിരുന്നു ട്രംപ് പറഞ്ഞിരുന്നത്. റഷ്യ അമേരിക്കയുമായി ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതാണെന്നും ആദ്യ ഭരണകാലത്ത് ട്രംപ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഇത്തരത്തിലുള്ള ഒരു സംഭാഷണം നടത്തിയിരുന്നുവെന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് മാധ്യമങ്ങളോട് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ റഷ്യയുമായി സംസാരിക്കുമെന്ന് പറയുന്ന ട്രംപിന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സമാധാന കരാർ ഉടൻ നടപ്പാക്കിയില്ലെങ്കിൽ റഷ്യയിൽ നിന്നുള്ള എല്ലാത്തരം സാധനങ്ങൾക്കും അധിക നികുതി ഈടാക്കുമെന്നായിരുന്നു ട്രംപിന്റെ ഭീഷണി. അതേസമയം യുക്രൈൻ ഇതുവരെ ഒരു സമാധാന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചിട്ടില്ലെന്നും റഷ്യ പറഞ്ഞു. യുക്രൈന് പാശ്ചാത്യ രാജ്യങ്ങൾ നൽകുന്ന സൈനിക സഹായത്തെയും റഷ്യ വിമർശിക്കുകയുണ്ടായി. ഇത് സംഘർഷം നീട്ടുകയും ചർച്ചയ്ക്കുള്ള സാധ്യത കുറയ്ക്കുകയും ചെയ്യും. സംഘർഷത്തിലെ പാശ്ചാത്യ പങ്കാളിത്തം റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിന് കാരണമാകുമെന്നും റഷ്യ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ സമാധാന ഉടമ്പടിക്ക് യുക്രൈൻ തയ്യാറാണെന്നാണ് ട്രംപ് പറയുന്നത്. സ്വിറ്റ്സർലാൻഡിലെ ദാവോസിൽ വാർഷിക വേൾഡ് ഇക്കണോമിക് ഫോറത്തെ ടെലികോൺഫറൻസ് വഴി അഭിസംബോധന ചെയ്യവേ അടുത്ത വർഷത്തെ യോഗത്തോടെ സമാധാന ഉടമ്പടി ഉണ്ടാകുമോ എന്ന WEF പ്രസിഡന്റ് ബോർഗെ ബ്രെൻഡിന്റെ ചോദ്യത്തിന് യുക്രൈൻ തയ്യാറാണെന്നും ബാക്കി റഷ്യ പറയണമെന്നുമായിരുന്നു ട്രംപിന്റെ മറുപടി. എന്നാൽ റഷ്യയുമായുള്ള സായുധ പോരാട്ടത്തിന്റെ ഉത്തരവാദിത്തം മുഴുവൻ യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി വഹിക്കണമെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. പാശ്ചാത്യ രാജ്യങ്ങളിൽ പലരും സഹായവുമായി എത്തിയെങ്കിലും ശത്രുത ഒഴിവാക്കാൻ തന്നാൽ കഴിയുന്നത് സെലൻസ്കി ചെയ്യണമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. യുദ്ധം അവസാനിപ്പിക്കാൻ സെലൻസ്കി ശ്രമിച്ചില്ലെന്നും പക്ഷേ ഇപ്പോൾ സെലൻസ്കിക്ക് യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്നുമാണെന്നും ട്രംപ് ആരോപിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ആണവശേഖരമുള്ള ഒരു ശക്തിയാണ് റഷ്യ. യുദ്ധം അവസാനിപ്പിക്കാൻ പലരും തിടുക്കം കൂട്ടുന്നതും റഷ്യയുടെ ഈ ഒരു ബലത്തെ പേടിച്ചിട്ടാണ്. അതിന്റെ ഭാഗമായി തന്നെ ആണവായുധ ശേഖരം കുറയ്ക്കുന്നത് സംബന്ധിച്ച് റഷ്യയുമായി ചർച്ച നടത്തുമെന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. ആണവ നിരായുധീകരണത്തെക്കുറിച്ച് 2020 അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുടിനുമായി ചർച്ച നടത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. പുതിയ സ്റ്റാർട്ട് ഉടമ്പടി എന്ന നിലയിലാണ് ആ മീറ്റിംഗ് നടന്നത്. റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ഏക ആയുധ നിയന്ത്രണ ഉടമ്പടി പ്രകാരം ആ രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ ന്യൂക്ലിയർ വാർ ഹെഡുകളുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനമായിരുന്നു. പക്ഷേ യുക്രൈന് അമേരിക്ക നൽകുന്ന സഹായങ്ങളിൽ അത്ര കണ്ട് തൃപ്തരല്ലായിരുന്ന റഷ്യ 2023 ഉടമ്പടിയിലെ പങ്കാളിത്തം ഔദ്യോഗികമായി നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ ഉടമ്പടിയിൽ പറഞ്ഞിരിക്കുന്ന പരിധികൾ പാലിക്കുന്നത് തുടരുമെന്ന് റഷ്യ അറിയിച്ചിരുന്നു. റഷ്യയുമായി നേരിട്ടൊരു പ്രകോപനത്തിന് ആരും മുതിരാത്തതും റഷ്യയുടെ പക്കലുള്ള ഈ ആണവശേഖരം കണ്ടിട്ടാണ്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ യുക്രൈന് പിന്തുണ നൽകി നിൽക്കുന്നുണ്ടെങ്കിലും പുടിനെ പിണക്കാൻ ആരും തയ്യാറാകില്ല. പക്ഷേ ആണവായുധങ്ങളുടെ ഉപയോഗം ഒരു അവസാന ഓപ്ഷനായി മാത്രമേ കാണുന്നുള്ളൂവെന്ന് പുടിൻ അറിയിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് ഒരു തിരശ്ശീല വീഴ്ത്താൻ ട്രംപ് ആവത് ശ്രമിക്കുമ്പോഴും ഓടി നടന്ന് ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറയുമ്പോഴും കാര്യങ്ങളൊന്നും എവിടെയും എത്താത്ത അവസ്ഥയാണുള്ളതെന്ന് വ്യക്തമാണ്. റഷ്യയുടെ ആക്രമണത്തിന് മുന്നിൽ കഷ്ടപ്പെട്ട് പിടിച്ചു നിൽക്കുന്ന യുക്രൈന് സാമ്പത്തികപരമായും സൈനികപരമായും അസ്ഥിരത രൂപപ്പെട്ട കാഴ്ചയാണ് യുക്രൈനിൽ നിന്നും കാണാനാകുന്നത്. അതിനിടയിൽ യുക്രൈന് പ്രതിരോധവുമായി ബന്ധപ്പെട്ട സെൻസർഷിപ്പ് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ ഉന്നത സൈനിക കമാൻഡർ ജനറൽ അലക്സാണ്ടർ സിർസ്കി. റേഡിയോ ബൈറക്ടർ പ്രക്ഷേപണത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. റഷ്യയിൽ നിന്നും സൈനികരെ കുറിച്ചുള്ള സെൻസിറ്റീവ് വിവരങ്ങൾ മറയ്ക്കാനും അതിന് ഒരു നിയന്ത്രണം ഏർപ്പെടുത്താനുമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇക്കാലത്ത് ആർക്കും ഏത് വിവരവും ആക്സസ് ചെയ്യാൻ കഴിയുമെന്നും ആരുടെയും അവകാശങ്ങൾ ലംഘിക്കാൻ പാടില്ലെന്നും ജനറൽ പറഞ്ഞു. അത് മാത്രമല്ല, ദേശീയ സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ ടെലിഗ്രാമിനെ രാജ്യത്ത് വിലക്കുന്നതിനും ആലോചനകൾ നടക്കുന്നുണ്ട്. ടെലിഗ്രാമിനെ ദേശീയ സുരക്ഷാ ഭീഷണിയായാണ് മിലിറ്ററി ഇന്റലിജൻസ് തലവൻ കിറിൽ ബുഡനോവ് മുദ്ര കുത്തിയിരിക്കുന്നത്. ഒന്നാമത് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ താറുമാറായിരിക്കുന്ന രാജ്യത്ത് വീണ്ടും തെറ്റിദ്ധാരണകളും യുദ്ധത്തെക്കുറിച്ചുള്ള ഭീതിയും വളർത്താതിരിക്കാനാണ് യുക്രൈൻ ടെലഗ്രാം പോലുള്ള ആപ്ലിക്കേഷനുകളെ പോലും ഭയക്കുന്നത്. അതിനിടയിൽ റഷ്യൻ സൈന്യത്തിന്റെ സാന്നിധ്യമുള്ള വടക്കുകിഴക്കൻ ഖാർക്കിവ് മേഖലയിലെ നിരവധി പട്ടണങ്ങളിൽ നിന്ന് യുക്രൈൻ ആളുകളെ മാറ്റിപ്പാർപ്പിച്ചതായി മോസ്കോ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ റഷ്യൻ സൈന്യമുള്ള കുപിയാൻസ്കിന് സമീപമാണ് ഈ പ്രദേശമുള്ളത്.
റഷ്യൻ സൈന്യത്തിൽ നിന്നുള്ള ഷെല്ലാക്രമണം രൂക്ഷമായതിനെ തുടർന്നാണ് ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയത്. യുദ്ധത്തിൽ എടുത്തു പറയത്തക്ക വിധം ഒരു മുന്നേറ്റം നേടാൻ ഇതുവരെ യുക്രൈന് സാധിച്ചിട്ടില്ല. നടത്തുന്ന ശ്രമങ്ങളെല്ലാം പതിവ് പോലെ പാളിപ്പോവുക തന്നെയാണ് ചെയ്യുന്നത്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം റഷ്യൻ തലസ്ഥാനമായ മോസ്കോയ്ക്ക് ചുറ്റുമുള്ള 4 സ്ഥലങ്ങളിലേക്ക് നടത്തിയ യുക്രൈനിയൻ ഡ്രോണുകളുടെ ആക്രമണം വ്യോമ പ്രതിരോധ യൂണിറ്റുകൾ തടഞ്ഞതായി മോസ്കോ മേയർ സെർജി സോബിയാനിൻ പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. അതിർത്തി പ്രദേശങ്ങളായ ബ്രയാൻസ്ക്, ബെൽഗോറോഡ്, റഷ്യയോട് ചേർന്ന ക്രിമിയൻ പെനിൻസുല എന്നിവിടങ്ങളിലും യുക്രൈന്റെ ഡ്രോണുകൾ നശിപ്പിച്ചതായി മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിക്കുകയുണ്ടായി. തിരിച്ചടികൾക്ക് പോലും സാധിക്കാത്ത വണ്ണം മടുത്തിരിക്കുന്ന യുക്രൈന് യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രം മതിയെന്നാണിപ്പോൾ. യുക്രൈന് ആവശ്യമായ സുരക്ഷകൾ ഡൊണാൾഡ് ട്രംപ് ഉറപ്പു തന്നാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നേരിട്ട് സമാധാന ചർച്ചകളിൽ ഏർപ്പെടാമെന്ന് ഇപ്പോൾ യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി പറഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്തു. നേരത്തെ 2022 പുടിനുമായുള്ള ചർച്ചകളിൽ നിന്ന് സ്വയം വിലക്കിക്കൊണ്ടുള്ള ഉത്തരവിൽ സെലൻസ്കി ഒപ്പുവെച്ചിരുന്നുവെന്നും ഇത് തുടരുമെന്നും യുക്രൈനിയൻ വിദേശകാര്യമന്ത്രി ആന്ദ്രേ സിബിക ഈ മാസം ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ നിക്കക്കളിയില്ലാത്ത സെലൻസ്കി ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ ആ നിലപാട് മാറ്റി. പുടിനുമായി നേരിട്ട് കാണുന്നതിന് മുൻപ് യുക്രൈനെ പിന്തുണയ്ക്കാനും സുരക്ഷിതമാക്കാനും ട്രംപിൽ നിന്ന് പ്രതിബദ്ധത ഉറപ്പാക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി പറഞ്ഞതായി ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നു. പുടിനുമായി ഒരു ചർച്ചയ്ക്കുള്ളൊരവസരം കിട്ടിയാൽ അത് സെലൻസ്കി എങ്ങനെ പ്രയോജനപ്പെടുത്തുമെന്നത് കണ്ടറിയണം. എന്തായാലും ട്രംപ് ഇടപെട്ടാലും ഇനി യുക്രൈന്റെ ഭാവി എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കാൻ ട്രംപിനേക്കാൾ നന്നായി പുടിന് സാധിക്കുമെന്ന് തന്നെ പറയാം.